രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിക്കുന്നത് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയത്തിലാണ്. മിഞ്ഞാന്ന് മുതൽ സംസ്ഥാന സർക്കാർ ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിന്റെ ടച്ചിലുണ്ട്. അവിടുത്തെ ഹോം മിനിസ്റ്ററിനൊപ്പം ഞാൻ തന്നെ 3 തവണ സംസാരിച്ചിട്ടുണ്ട്. ബി.ജെ.പി. ഛത്തീസ്ഗഡിന്റെ പ്രസിഡന്റിനെ കൂടെ ഞാൻ സംസാരിച്ചു. അവരെല്ലാവരും സഹായിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നീതി നൽകും എന്നാണ് ഞങ്ങൾ ഉറപ്പ് തരുന്നത്. ഇതിനൊപ്പം കോൺഗ്രസ് അവരൊരു അവസരവാദ രാഷ്ട്രീയം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം. ഏത് സമുദായമാണെങ്കിൽ നമ്മുടെ മലയാളി സമുദായത്തിൽ ആരാണെങ്കിലും അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ ബി.ജെ.പി. മാത്രമേ ഇറങ്ങുന്നുള്ളൂ. മറ്റേ പാർട്ടികൾ ഇവരുടെ കഷ്ടവും ഇവരുടെ വിഷമവും ഇവരുടെ വേദനയുകൊണ്ട് ഒരു അവസരവാദ രാഷ്ട്രീയം ചെയ്യാനാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അത് നമ്മൾ ആദ്യവും കണ്ടിട്ടുണ്ട്. അത് മുനമ്പമാണോ ഏത് കാര്യമാണോ ഏത് പ്രശ്നമാണെങ്കിലും കോൺഗ്രസ് ചെയ്യുന്നത് ഒരു അവസരവാദ രാഷ്ട്രീയം ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങളെ വിഡ്ഢിയാക്കരുത്. അതാണ് ഇവർ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. വിഷം നിറച്ച് പേടിപ്പിക്കാനും ഭീഷണിപ്പെടുപ്പിക്കാനും കോൺഗ്രസ് ചെയ്യരുതാണെന്ന് ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന. ബി.ജെ.പി. ഇന്ന് ശക്തമായിട്ട് പറയുന്നു, ഈ കന്യാശ്രീ 2 നന്മാരുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും. അനൂപ് ആന്റണി ഇന്ന് രാവിലെ അവിടെ 5 മണിക്ക് എത്തി. അദ്ദേഹം അവിടെ മീറ്റിംഗ് നടത്തി, പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. ഇത് അവർ പുറത്ത് വരുന്നവരെ ഞങ്ങൾ അവരൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങൾ അവർ ആദ്യം കൈപ്പടയിൽ എഴുതിയ FIR വന്നിരുന്നു. അതിനകത്ത് മതപരിവർത്തനം ഉൾപ്പെടുത്തിയിരുന്നില്ല, ഈ മനുഷ്യക്കടത്ത് മാത്രമാണ്. പിന്നീട് അത് സാധാരണ മറ്റു ഫോമിലേക്ക് വന്നപ്പോൾ അതിന് മതപരിവർത്തനം ഉൾപ്പെടുത്തി. അതിനൊരു ഗൂഢാലോചന നടത്തുന്ന ആരോപണം. അല്ല, അത് ഡീറ്റെയിൽസ് ഞാൻ പോകാൻ ആഗ്രഹിക്കില്ല. കാരണം അത് ആദ്യം അത് ട്രാഫിക്കിംഗ് ആയിരുന്നു, കറക്റ്റാണ്. പിന്നെ അവർ ട്രാഫിക്കിംഗ് ഫോർ ദ സേക്ക് ഓഫ് കൺവേർഷൻ അവിടെ ഒരു ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഹോം മിനിസ്റ്ററോട് സംസാരിച്ചെന്നാല് അതല്ല. എനിക്ക് അവരുടെ അടുത്തുനിന്ന് എല്ലാ ക്ലാരിഫിക്കേഷൻ ഞാൻ വാങ്ങിച്ചു, കിട്ടിയിട്ടുണ്ട്. എനിക്ക് 100% വിശ്വാസമുണ്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം ആ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം അവർക്ക് ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനൂപ് ആന്റണി അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യും. കാരണം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഇത് മതപരിവർത്തനം ആയിരുന്നില്ല, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നില്ല. ഞാൻ വായിച്ചു. അല്ല, നോക്കൂ, അവർ ചെയ്യുന്നതും പറയുന്നതും അവരുടെ ഒരു പെർസ്പെക്റ്റീവ് നിന്നാണ്. അവിടെ കൺവേർഷൻ നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിൽ, അതുകൊണ്ടാണല്ലോ ആന്റി കൺവേർഷൻ ലോ ഉള്ളത്. അവിടെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 2013 ഈ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് അവരുടെ അസംബ്ലി പാസ്സാക്കിയത്. അവരുടെ ഒരു ക്ലിയർ ഇഷ്യൂ ആണ്. ഞങ്ങൾ പറയുന്നത് ഇത് നടന്നത് അതല്ല. അത് ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ അനൂപ് ആന്റണിയും പോയിട്ടുണ്ട്, ഞാനും സംസാരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ശക്തമായിട്ട് ചെയ്യും. കാരണം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് അവിടെ ഇവർ പോയത് അതിനു വേണ്ടിയിട്ടല്ലാന്ന്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇവരെ ഈ കുട്ടികളെ കൊണ്ടുപോയതിന് അവരുടെ കുടുംബം എഴുതിയ സമ്മതപത്രം ഉണ്ടായിരുന്നു. അതെ, അത് ഞാൻ പോലീസ് ഒരു